ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനെ പോലെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് തന്നെ രേവതി സച്ചയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണല്ലേ. ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെയാണ് ശ്രുതി ബീരാനിക്ക് അന്വേഷിച്ച് ചെല്ലുന്നത്. ഇതേ സമയം തന്നെ ബീരാനായിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. തൻ്റെ ബന്ധുക്കളോടോ എന്തിനും തൻ്റെ മരുമകളെ പോലൊന്നും അനുഗ്രഹിക്കാൻ സാധിക്കാത്ത വിധം പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണല്ലേ ബീരാൻ. അങ്ങനെ ബീരാൻ നിൽക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നതും ബീരാന് പിന്നിൽ നിന്ന് തോളത്തേക്ക് കൈ പിടിക്കുന്നു. പെട്ടെന്ന് തന്നെ ബീരാൻ, അയ്യോ എന്നോട് ക്ഷമിക്കണം, ഞാനായിട്ട് മനഃപൂർവ്വം ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന നേരത്തെ ശ്രുതി പറയുന്നുണ്ട്, ആ കൊള്ളാം, ഇത് ഞാനാണ് ബീരാനിക്ക എന്ന് പറയുമ്പോഴത്തേക്കും, നീയായിരുന്നു, ഞാൻ ഓരോ നിമിഷത്തോടെ പേടിച്ചാണ് ജീവിക്കുന്നതെന്നൊക്കെ ബീരാൻ മറുപടി പറയുന്നുണ്ട്. ഇനി ഒന്നുകൊണ്ടും പേടിക്കണം, അവരെല്ലാവരും ഞാൻ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്ത് ഇവിടുന്ന് പറഞ്ഞയച്ചു എന്നൊക്കെ ശ്രുതി പറയുന്ന സമയത്ത്, അതെ, ഞാൻ ബുദ്ധിപൂർവ്വം കളിച്ചില്ല എന്നാണെങ്കിൽ എൻ്റെ ജീവിതം തന്നെ നഷ്ടമാകും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ശ്രുതി മറുപടി പറയുന്നുണ്ട്. എന്നാലും പെട്ടെന്ന് തന്നെ ബീരാൻ പറയുകയാണ്, നിനക്ക് ബുദ്ധി കൂടി പോയിട്ടില്ല, നിൻ്റെ ആ വീട്ടുകാർ മന്ദബുദ്ധികളായതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഭർത്താവ് എന്ന് ബീരാൻ മറുപടി പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ ജീവിതം സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബീരാനൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇനിയും എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഇനിയും എൻ്റെ സഹായം വേണ്ടി വരുമെന്നോ, എന്നെ എങ്ങനെയെങ്കിലും ഇന്ന് ഒഴിവാക്കി താ എൻ്റെ ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബീരാനിക്കയുടെ സഹായം എനിക്ക് ഇനിയും ആ വീട്ടുകാരെ എനിക്ക് ഇനിയും മണ്ടന്മാരാക്കാനുണ്ടെന്നൊക്കെ ശ്രുതി മറുപടി പറഞ്ഞതിന് ശേഷം അവിടുന്ന് പോകുന്നുണ്ട്. ബീരാനിക്കയാണെങ്കിൽ ഇവിടെ എന്തൊരു പെണ്ണാണെന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മണ്ഡപത്തിൽ ചെറുക്കനും പെണ്ണിന് അനുഗ്രഹം കൊടുക്കുന്ന ചടങ്ങാണ്ട്. ആ ഒരു സമയത്ത് അശോകനങ്ങളുണ്ടായിട്ട് സച്ചിയേട്ടന് രേവതി ചേച്ചി എൻ്റെ എന്ന് മാള് തിരക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ ഇവിടെ ഉണ്ടാകും, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അശോകനങ്ങൾ സച്ചിയെ രേവതി വിളിക്കുന്ന സമയത്താണ് അവർ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് പോയിരിക്കുകയാണ്. രേവതിക്ക് 2-3 പൂക്കളുടെ ഓർഡർ വന്നിട്ടുണ്ടെന്നൊക്കെയാണ് ഇവർ കള്ളം പറയുകയാണ്. എന്നാൽ അശോകനങ്ങൾ പറയുകയാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഇവിടെ വന്ന് മാളുവിനെ അനുഗ്രഹിച്ചിട്ട് എവിടെയായിരുന്നു ചോദിച്ചാൽ പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അശോകനങ്ങളുടെ നിർബന്ധ പ്രകാരത്തിന് ഇരുവരും അങ്ങോട്ടേക്കായിട്ട് വരുന്നുണ്ട്. ഇതേ സമയത്ത് ശ്രുതിയാകട്ടെ എല്ലാവരും പോയി, ഇനിയിപ്പോൾ ആരെയും പേടിക്കേണ്ടതില്ല എന്നുള്ളൊരു ആശ്വാസത്തോടു കൂടി തന്നെ ഓട്ടോയെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ശ്രുതി പോകുന്ന അതേ സമയം തന്നെയാണ് സച്ചി രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. ഇവർ തമ്മിൽ പരസ്പരം കാണുന്നൊന്നുമില്ല കേട്ടോ. മണ്ഡപത്തിലേക്ക് ചെന്നതിന് ശേഷം സച്ചിയോട് രേവതിയോട് പറഞ്ഞു, നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു ജീവിതം കിട്ടിയത്, ഞങ്ങൾ ഒടിച്ചോടി കല്യാണം കഴിച്ചത്, ഒരു പക്ഷേ ഇത്രയും സന്തോഷം ഞങ്ങൾക്ക് ലഭിക്കുകയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാളു സുബിനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. കൂടെ തന്നെ പറയുകയാണ്, ഇത് നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു കല്യാണം നടക്കുന്നതിന് മുൻപന്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് എൻ്റെ അമ്മാവനാണെന്ന് സുബിൻ പറയുന്ന സമയത്ത്, ഈ അമ്മാവെന്ന് പറഞ്ഞ ആളെ ഞാൻ കേട്ടിട്ടുള്ളൂ, ഇതുവരെ കണ്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു കാണേണ്ട വ്യക്തി തന്നെയാണ്, നിങ്ങളെപ്പോലെ തന്നെ നല്ല മനസ്സിൻ്റെ ഉടമയാണെന്നൊക്കെ അശോകനങ്ങളും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ എന്തായാലും ഇങ്ങോട്ട് വരട്ടെ, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളതിന് പോകുന്നുള്ളൂ എന്ന് സച്ചിയും രേവതിയും ഒരേ രീതിയിൽ തന്നെ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ബീരാനാകട്ടെ കലവറയിൽ നിന്നുകൊണ്ട് തന്നെ ഒരിക്കലും ഭക്ഷണം തികയാതിരിക്കുന്ന എൻ്റെ മരുമകൻ്റെ കല്യാണമാണിത്, മര്യാദയ്ക്ക് നല്ല രീതിയിൽ എനിക്കൊന്നും തന്നെ ചെയ്യാനായില്ല, ഇനിയെങ്കിലും എല്ലാ കാര്യങ്ങളും മുൻകൈ എടുത്ത് ചെയ്യണമെന്നൊക്കെ എന്നെ ബീരാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സുബിൻ പറഞ്ഞത് പ്രകാരം ബീരാനിക്കെ വിളിക്കാണ്ട് ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ബീരാനിക്ക് എല്ലാവരും പോയല്ലോ എന്നുള്ളൊരു തലയെടുപ്പോട് കൂടി തന്നെ ഈ ഒരു ചടങ്ങിന് പങ്കെടുക്കുന്നവരോട് സംസാരിക്കാനും അതുപോലെ മണ്ഡപത്തിലേക്ക് സുബിനെ കാണാനൊക്കെ ആയിട്ട് ചെല്ലുകയാണ്. എന്നാൽ നമ്മുടെ ശ്രുതിയുടെ കഷ്ടകാലം എന്ന് പറയട്ടെ, ബീരാനിക്ക് നടന്നു വരുന്നത് സച്ചിയും രേവതിയും കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ സച്ചിക്ക് രേവതിക്ക് ഭയങ്കര ഷോക്കാവുന്നു. സച്ചി വേഗം രേവതി ഇത് നോക്കിയേ എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി നോക്കുന്നുണ്ട്. ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ എന്ന് രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെ ചോദിക്കുന്നുണ്ട്. ബീരാനാണെങ്കിൽ അവിടെ നേരെ ചെന്നതിന് ശേഷം ഇരുവരെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് സച്ചിക്ക് രേവതിക്ക് മനസ്സിലാവുന്നത്, ഇത്രയും നേരം സുബിൻ്റെ അമ്മാവനെന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നുള്ള കാര്യം. പെട്ടെന്ന് തന്നെ സച്ചിനെ രേവതിയും കാണുമ്പോൾ തന്നെ അശോകനങ്ങൾ പറയുന്നുണ്ട്, സുബിൻ്റെ അമ്മാവ ദേ എൻ്റെ കൂട്ടുകാരൻ്റെ മകനും മരുമകളുമാണ് ആ നിൽക്കുന്നത്, നിങ്ങളെ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുന്നതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കേട്ടാ ഈ ബീരാനിക്ക് നമ്മുടെ സച്ചിയെ രേവതിയും കാണുന്ന ഒരു നിമിഷം ബീരാനിക്ക് അങ്ങ് ഭൂമി പിളർന്ന് ഇല്ലാണ്ടായി പോയാൽ മതി അതുവരെ ചിന്തിക്കുന്നുണ്ട്. കാരണം തങ്ങളുടെ കള്ളക്കളികളെല്ലാം തന്നെ പൊളിയുകയാണ്. ശ്രുതി ഇവർ പോയി എന്നാണല്ലോ പറഞ്ഞത്, പിന്നെ ഇവരെങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ ഇങ്ങനെ ബീരാൻ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സച്ചി രേവതി അവിടെ വരുന്ന സമയത്ത് ഇവരോടായിട്ട് സുബിൻ പറയുന്നത് നാടക നടനാണ്, മാത്രമല്ല സിനിമയിൽ ചില കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മാവൻ ഇഷ്ടപ്പെട്ട കഥാപാത്രമായിരുന്നു ബീരാൻ എന്ന്, അതുകൊണ്ട് തന്നെ ആ ബീരാനായിട്ട് തന്നെയാണ് ഇപ്പോഴും എൻ്റെ അമ്മാവൻ ജീവിക്കുന്നതെന്നൊക്കെയാണ് സുബിൻ നമ്മുടെ ബീരാനെക്കുറിച്ച് പറയുന്ന സമയത്ത്. ഇദ്ദേഹം സിനിമയിൽ നിന്ന് മാത്രമല്ല ജീവിതത്തിൽ ഒരുപാട് നാടകം കളിച്ചിട്ടുണ്ട്, മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഇളയച്ചൻ ക്യാരക്ടർ നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് സച്ചിൻ രേവതിയും പറയുമ്പോഴത്തേക്കും, ആഹാ നിങ്ങൾ തമ്മിൽ പരസ്പരം പരിചയം ഉണ്ടായിരുന്നു, എന്നിട്ടാണ് ഞാൻ ഇത്രയധികം പറഞ്ഞു, ഞാനിപ്പോൾ ആരായി എന്നൊക്കെയാണ് അശോകനങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സച്ചി വേഗം തന്നെ ബീരാനൊക്കെ ചേർത്തത്തിൽ പറയുന്നുണ്ട്, ഇദ്ദേഹം നല്ലൊരു നടനാണ്, ഇദ്ദേഹത്തിൻ്റെ ഇളയച്ചൻ കഥാപാത്രം ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ്, അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് കുറച്ച് അവാർഡുകൾ നൽകാനുണ്ട്, ഞാൻ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ബീരാനിക്കെ
മീരയും കൂട്ടിക്കൊണ്ട് സച്ചി രേവതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ശ്രുതിയാകട്ടെ മീരയെ വിളിച്ചതിന് ശേഷം അവിടെ കല്യാണ മണ്ഡപത്തിൽ ബീരാനുണ്ടായിരുന്നു എന്നും എന്നാൽ സേഫായിട്ട് താൻ രക്ഷപ്പെട്ടു എന്ന് അതിന് പകരമായിട്ട് എല്ലാവർക്കും പായസം ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണെന്നൊക്കെയാണ് മീരയോട് പറയുമ്പോഴത്തേക്കും ഒരുപാട് നാൾ കള്ളം മറച്ചു വയ്ക്കാൻ പറ്റില്ല ശ്രുതി, നിന്റെ വീട്ടിലുള്ള മണ്ടന്മാരെ ഓർത്തുകൊണ്ടിരുന്ന് നീ അതിൽ ആഘോഷിക്കാൻ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് മീര കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ സച്ചി രേവതിയും അങ്ങോട്ടേക്ക് വരുന്നത്. ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.